ട്യൂണയും മുട്ടയും വെച്ച് നമുക്കൊന്നൊരു ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ട്യൂണ നമ്മൾ സൺഫ്ലവർ ഓയിലിട്ട് വെച്ചിട്ടുള്ളത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മെല്ലെ പൊട്ടിക്കാനാണ്. പൊട്ടിച്ച് ഇച്ചിരി ഹാർഡായിട്ട് തോന്നി പാക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലും സാരമില്ല, അത് മെല്ലെ പൊട്ടിച്ചു എടുത്തു. ട്യൂണ അപ്പം റെഗുലറായിട്ട് കഴിക്കുന്നത്ര നല്ലതല്ല, അതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാനത് കുക്ക് ചെയ്യാറുള്ളൂ. കാരണം അതിൽ മെർക്കുറി കണ്ടൻറ്റ് കൂടുതലുള്ള ഫിഷായിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് അത്ര റെഗുലറായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല. എന്നാലും ഞാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ട്യൂണ പാക്ക്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അടുത്ത് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, കുറച്ച് ഉപ്പ് വേണം, പിന്നെ ഒരു സബോള, കുറച്ച് സബോള മതി. ഞാൻ ഒരു മുട്ടയും പിന്നെ വേണം. വളരെ കുറച്ച് സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിഷാണിത്. പാൻ ചൂടായിട്ട് വരുമ്പോൾ സൺഫ്ലവർ ഓയിൽ, ആ ട്യൂണയുടെ പാക്കിലുള്ള സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് നേരം ആ ഓയിലൊന്ന് മൂക്കാൻ വേണ്ടി നമുക്ക് കാത്തു നിൽക്കാം. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി മൂപ്പിച്ച സബോള ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചത്. അതില്ലാത്ത സമയത്ത് ഫ്രഷ് സബോള അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാറാണ് പതിവ്. സബോള ഒന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പൊടികൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സബോള നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് മുളക് പൊടിയാണ് ഞാൻ ആദ്യം ഇട്ടത്. വളരെ കുറച്ച് മുളക് പൊടി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി കുറേശ്ശെ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നുള്ളൂ. ഇവിടെ എല്ലാവർക്കും മഞ്ഞൾപ്പൊടിയുടെ ചൊവ്വയൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഇട്ടു. അതൊന്ന് മൂത്ത് വരാൻ വേണ്ടി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മുട്ട അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു മുട്ടയെ ഞാൻ ആഡ് ചെയ്യണുള്ളൂ, അധികം ആൾക്കാരില്ല ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരൊറ്റ മുട്ട ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. വളരെ കുറച്ച് ഉപ്പ് മതി, മുട്ടയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് മൂത്തു എന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്കതിലേക്ക് ട്യൂണയും കൂടെ ഇടാം. ട്യൂണ ഇട്ടൊരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ കറി ഈസ് റെഡി.